ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ്. യൂണിറ്റ് 5 കടലോളം സ്നേഹം. പൂവ് ആദ്യമായി കൺതുറന്നു. അമ്മ ചെടിയെ നോക്കി ചിരിച്ചു. വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഒരു കൊച്ചു കുട്ടി. കുട്ടി ചോദിച്ചു, പൂവിന് ചിരിക്കാൻ അറിയാമോ? ഞങ്ങളെപ്പോഴും ചിരിക്കുകയാണല്ലോ. പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു. മൊട്ട ആയിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച്, ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച്. സന്ധ്യയായി. പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു. കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങി. രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്തൊരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതവളുടെ കൂട്ടുകാരി പൂവായിരുന്നു. കുട്ടിക്ക് കരച്ചിൽ വന്നു. ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞതെന്തേ? അമ്മ ചെടി സമാധാനിപ്പിച്ചു. കരയല്ലേ, കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇളം കാറ്റിൽ മൊട്ടുകൾ തലയാട്ടി സമ്മതിച്ചു. അതെ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കുഞ്ഞു കഥ അല്ലേ? നോക്കിക്കേ, പൂവ് ആദ്യം കൺതുറന്നു. ആരെയാണ് കണ്ടത്? അതിൻ്റെ അമ്മച്ചെടിയാണ് കണ്ടത്. അപ്പം അമ്മച്ചെടിയെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. അമ്മച്ചെടിയെ നോക്കി സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് ഈ വിരിഞ്ഞ പൂവിനെ കാണാനായിട്ട് ഒരു കൊച്ചു പെൺകുട്ടി എത്തുകയാണ്. അപ്പോൾ ആ പൂവിനോട് ചോദിക്കുകയാണ്, പൂവേ നിനക്ക് ചിരിക്കാൻ അറിയാമോ? അപ്പോൾ ആ പൂവ് പറയുകയാണ്, ഞങ്ങളെപ്പോഴും ചിരിക്കുകയാണല്ലോ അല്ലേ, പൂവ് എപ്പോഴും നല്ല വിടർന്ന് നല്ല സുന്ദരിയായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് കഥകൾ പറഞ്ഞു തരാമോ? അങ്ങനെ അവർ കൂട്ടുകാരിയും നല്ല പൂവും കൊച്ചു പെൺകുട്ടിയും നല്ല കൂട്ടുകാരായിട്ട് മാറി. അപ്പോൾ ആ കുട്ടി ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെ കഥകളാണ് പറഞ്ഞു കൊടുത്തത്? കുഞ്ഞു മൊട്ടായിരുന്നപ്പോൾ ആ പൂമുട്ടിന് വിടരാനുള്ള മോഹമുണ്ടായിരുന്നു. ആ മോഹത്തെക്കുറിച്ചുള്ള കഥ. പിന്നെയോ, ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച്. അത് അമ്മയും കുഞ്ഞും മാത്രം കേൾക്കുന്ന താരാട്ടുപാട്ടാണെന്ന് ഓർക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച് അല്ലേ? കാറ്റ് നമ്മുടെ അടുത്ത് തഴുകി നല്ല സന്തോഷത്തോടെ നമ്മൾ കുളിരണിയിക്കുമ്പോൾ അതിനും പറയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ആ സമയത്ത് സന്ധ്യയായി കഴിഞ്ഞു. പൂവ് ഒത്തിരി കഥകൾ പറഞ്ഞെങ്കിലും ഇനിയും കഥകൾ പറയാനുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ സന്ധ്യയായപ്പോൾ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത് കുട്ടി ഈ പൂന്തോട്ടത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ കുട്ടി തിരഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരി പൂവിനെ കാണാനില്ല. കുട്ടിക്ക് വിഷമമായി. കുട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ എവിടെയെന്ന് മനസ്സിലായി. ആ കുട്ടി വളരെ സങ്കടത്തോടെ കണ്ടത് അതിൻ്റെ കൂട്ടുകാരിപ്പൂവ് താഴെ വീണ് കിടക്കുകയാണ്. പക്ഷെ കുട്ടിക്ക് ഭയങ്കര സങ്കടം വന്നു. കുട്ടിക്ക് കരച്ചിൽ വന്നു. ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് നീ എന്തേ കൊഴിഞ്ഞു പോയത് എന്ന് പറഞ്ഞ് കുട്ടി സങ്കടപ്പെട്ടു. അപ്പോൾ അമ്മച്ചെടി പറഞ്ഞു, കുട്ടി വിഷമിക്കണ്ട, നീ എന്തിനാണ് കരയുന്നത്? ഒരു പൂവല്ലേ താഴെ വീണുള്ളൂ. നിനക്ക് ബാക്കിയുള്ള കഥകൾ പറഞ്ഞു തരാൻ ഇനിയും ചില കൂട്ടുകാരിവിടെയുണ്ട്. അപ്പോൾ അവൾ ചുറ്റും നോക്കി. അങ്ങനെ വിടരാൻ തയ്യാറായി നിൽക്കുന്ന കുറേ പൂമുട്ടുകളെയാണ് കുട്ടി കണ്ടത്. ആ കൊച്ചുകുട്ടിക്ക് മനസ്സിലായി തൻ്റെ കൂട്ടുകാരി പൂവ് പറഞ്ഞത് ശരിയാണ്. ഇനിയും പറഞ്ഞു തീരാത്ത കഥകൾ പറയാനായി കൂട്ടുകാർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അതാരൊക്കെയാണ്? പൂവിലെ ഓരോ മുട്ടുകളുമാണ്. ഓരോ മുട്ടുകളും ഓരോ ദിവസവും ഒത്തിരി കഥകൾ പറയും. പിറ്റേ ദിവസം ആ പൂവ് കൊഴിഞ്ഞു പോകും. അതിൻ്റെ പിറ്റേ ദിവസം കുട്ടി വീണ്ടും ചെല്ലും. അപ്പോഴും പുതിയ പൂമുട്ട് വിരിഞ്ഞ് പൂവായിട്ടുണ്ടാവും. അതിൽ നിന്നും കുറേ കഥകൾ കേൾക്കും. അങ്ങനെ ഒത്തിരി കഥകൾ കേൾക്കാൻ ആ അമ്മച്ചെടിയുടെ മക്കളായ കുഞ്ഞു മുട്ടുകളും കുഞ്ഞു പൂക്കളും ആ കുട്ടിയെ സഹായിച്ചു. താങ്ക് യു. കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിൽ 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ്? കഥകൾ ഇനിയും ബാക്കിയുണ്ട് അല്ലേ? ആ കഥകളെല്ലാം പറഞ്ഞു തീർക്കാൻ ആരുണ്ട്? ഇനിയും പൂമുട്ടുകൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും സങ്കടപ്പെടേണ്ട. ഈ ചെടിയിലെ പൂമുട്ടുകൾ
എല്ലാം വിരിഞ്ഞ് താഴെ വീഴുന്നത് വരെ ആ കുട്ടിക്ക് കഥകൾ കേൾക്കാം എന്നാണ് അമ്മച്ചെടി ഉദ്ദേശിച്ചത്. ഓക്കേ.